ഹലോ. അപ്പോൾ ഇന്ന് ഞാനും വിഷ്ണു കൂടി നേരെ പോകുന്നത് ആലപ്പുഴ കോർട്ടിലാണ് കേട്ടോ. ഇന്ന് എനിക്ക് അവിടെ ഒരു കേസിന്റെ ഫയലിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നേരെ ഏറ്റുമാനൂർ ചെന്നു. അവിടുത്തെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ആലപ്പുഴയ്ക്ക് തിരിച്ചുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് അതിനും കൂടി കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചു കേട്ടോ. ഒരു ഓക്കെ ഫുഡ് എന്ന് പറയാം. എനിവേ നമ്മൾ അവിടെ നേരെ ആലപ്പുഴ പോവുകയാണ്. നമ്മൾ ഈ കാണുന്ന നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് റോഡാണ്. ബണ്ട് റോഡ് കയറി നേരെ സ്ട്രേറ്റ് ആലപ്പുഴ. ആക്ച്വലി ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ അങ്ങനെ അധികം പോയിട്ടില്ല കേട്ടോ. വളരെ ചുരുക്കമാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടുള്ള റൂട്ട് എനിക്ക് അത്ര ക്ലിയർ അല്ല. പക്ഷെ വിഷ്ണു നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോയേക്കാന്ന് വെച്ചത്. അങ്ങനെ നമ്മുടെ കോർട്ടിൽ ചെന്നു. ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ ചെന്നു കേട്ടോ. ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ആലപ്പുഴ കോടതി. കാര്യം പറഞ്ഞാൽ കോട്ടയം, ഏറ്റുമാനൂർ, എറണാകുളം ഒക്കെ കമ്പയർ ചെയ്തതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കോടതി കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടല്ലോ. അതിൻ്റെ ആ ഒരു പണിയൊക്കെ ഒരു വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് മറ്റു കോടതികളിൽ നിന്നും. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് നമ്മളൊരു 2:45 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ നമ്മുടെ വിഷ്ണു ചേട്ടനോട് പറഞ്ഞു നമ്മൾ എങ്ങനെ ഇവിടം വരെ വന്നിട്ട് ബീച്ച് കാണാതെ പോകും. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോകുന്നത് ഞങ്ങളൊരു അമ്പലം കണ്ടു കേട്ടോ. ഒരു പഴയ മോഡൽ ടച്ച് അല്ലേ. അതുകൊണ്ട് അതൊക്കെ ക്യാപ്ചർ ചെയ്ത് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് വന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈം ആണെങ്കിൽ പോലും പോയത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ പേരൊക്കെ എഴുതി കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി കേട്ടോ. അതൊക്കെ അപ്പോൾ തന്നെ കടൽ വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബാക്ക് ടു ഹോം.